ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മാംസ് എഡ്യു ടോക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നോക്കുക, ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റിപ്രഷൻ എന്ന് പറഞ്ഞ പോർഷനാണ്. അതായത് അടിച്ചമർത്തലുകൾക്ക് എതിരായിട്ടുള്ള പോരാട്ടം. ഓക്കെ, നോക്കാം കേട്ടോ. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് took a few steps to repress the Indian freedom movement which gained momentum after World War I. അതായത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ശക്തി പ്രാപിച്ച നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുന്നതിന് ബ്രിട്ടീഷ് ഭരണകൂടം ഒരുപാട് നടപടികളൊക്കെ സ്വീകരിച്ചു. The Rowlatt Act of 1919 was implemented as a part of this effect. അതായത് റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം അവർ 1919 കൊണ്ടുവന്നു. ഈ നിയമം അനുസരിച്ചിട്ട് എനിവൺ കുഡ് ബി അറസ്റ്റഡ് വിതൗട്ട് വാറൻറ്റ് ആൻഡ് എനിവൺ കുഡ് ബി ജയിൽഡ് വിതൗട്ട് ട്രയൽ. അതായത് ആരെയും ഒരു വാറണ്ട് ഇല്ലാതെ അവർക്ക് അറസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വിചാരണ കൂടാതെ ആരെ വേണമെങ്കിലും ജയിലിലടയ്ക്കാം എന്ന് പറഞ്ഞ് 2 നിയമം അവർ കൊണ്ടുവന്നു. അപ്പോൾ ഗാന്ധിജി ഇതിനെതിരെ ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കാരണം ഇത് നമ്മളുടെ പൗരന്മാരുടെയൊക്കെ റൈറ്റ്സിനെ അല്ലെങ്കിൽ അവകാശങ്ങളെ തടയുന്ന ഒരു നിയമമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സത്യാഗ്രഹ സഭ എന്ന് പറഞ്ഞൊരു സഭ രൂപീകരിച്ചു. ഓക്കെ, ഇതിലാണ് വെച്ചാൽ വളരെയധികം ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഗാന്ധിജി പറഞ്ഞത് ദ മോസ്റ്റ് വണ്ടർഫുൾ സ്പെക്ടാക്കിൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനിയോ ദി ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ, അതായത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള അജിറ്റേഷൻസ് ഒരുപാട് ആയിട്ട് വളരെയധികം ശക്തി പ്രാപിച്ചിട്ട് ഉള്ള 2 പ്ലേസസ് ആയിരുന്നു. ഒന്ന് പഞ്ചാബും ഒന്ന് ലാഹോറും. ഇവിടെ വളരെയധികം ശക്തരായ 2 ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഡോക്ടർ സത്യപാലും ഒന്ന് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവും. അപ്പോൾ ഇവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടച്ചു. അതുപോലെ തന്നെ അമൃത്സറിൽ അവിടെ എന്ത് ചെയ്തു, മാർഷ്യൽ ലോ അല്ലെങ്കിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാമിന് കുറച്ച് കോൾഡൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് വോയിസ് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, കാരണം സുഖമില്ലാത്തത് കാരണം. അങ്ങനെ ഓൺ ഏപ്രിൽ 13, 1919 എന്ത് ചെയ്തു, ഇതിനെതിരെ ഇവരെ അറസ്റ്റ് ചെയ്തല്ലോ ലീഡേഴ്സിനെ, അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ ഒരു മൈതാനത്ത് നടന്ന ഒരു പൊതുയോഗത്തിൽ, അതായത് ഒരു പബ്ലിക് മീറ്റിങ്ങിൽ അവർക്കെതിരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം 10 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള ഒരു ഫയറിങ് അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് അവരുടെ ബ്രിട്ടീഷ് പട്ടാളം ഒരു 10 മിനിറ്റ് നീണ്ട വെടിവെപ്പ് നടത്തി. ഈ ഒരു മൈതാനത്തിന് ഒരു ഒറ്റ എൻട്രി അല്ലെങ്കിൽ ഒരൊറ്റ ഓപ്പൺ എൻട്രി അല്ലെങ്കിൽ ഒരു ഡോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്ത് പറ്റി, ഒരുപാട് പേർക്ക് ഈ ഒരു വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെടുകയും വളരെയധികം ഇഞ്ചുറി, അതായത് പരിക്ക് പറ്റുകയും ചെയ്തു. ഏകദാണ്ട് 379 പേർ മരിക്കുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഒരു ട്രാജഡി ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നറിയപ്പെടുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. അതായത് ഓൺ ഏപ്രിൽ 13, 1919 people gathered on the
അല്ലെങ്കിൽ പീപ്പിൾ ഗ്യാതേർഡ് ഓൺ എ ഗ്രൗണ്ട്. അത് എവിടെയായിരുന്നു? അമൃത്സറിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താ പറയുക, നമ്മളുടെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ഫയറിംഗ് നടക്കുകയും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഇൻസിഡൻറ്റിനെയാണ് ജാലിയൻവാലാബാഗ് അല്ലെങ്കിൽ ജാലിയൻവാലാബാഗ് മസാക്കർ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടർ കമ്മീഷനാണ് കേട്ടോ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ജാലിയൻവാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഇൻസിഡൻസിനെ പറ്റിയിട്ട് എൻക്വയറി ചെയ്യാൻ നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിക്കുന്നത് ടുവാർഡ്സ് എ മാസ് മൂവ്മെൻറ്റ്, അതായത് ബഹുജന സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു ബഹുജന സമരത്തിലേക്ക് ഈ ഒരു സമരം എത്തിയത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. റൗലറ്റ് നിയമത്തിനെതിരായ ഈ സമരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അജിറ്റേഷൻസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, അതായത് ഒരു വഴിത്തിരിവായിരുന്നു എന്ന് പറയാം. എന്തായിരുന്നാലും ഇത് നമ്മുടെ രാജ്യത്തെ അർബൻ ഏരിയാസിലെ അല്ലെങ്കിൽ നഗരങ്ങളിൽ മാത്രമേ ഇത് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെയാണ് ഇത് വളരെയധികം സ്ട്രോങ് ആയിരുന്നത്. പക്ഷേ ഇത് ഗാന്ധിജി മനസ്സിലാക്കി ഇത് ഗ്രാമങ്ങളിലേക്കും കൂടി ഈ ഒരു സമരം സ്പ്രെഡ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ അദ്ദേഹം മനസ്സിലാക്കിയ വേറൊരു കാര്യം കൂടിയായിരുന്നു, ഇത് സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളിലേക്ക് മാത്രമല്ല എല്ലാവരിലേക്കും ഇത് എത്തണം എന്ന് ഗാന്ധിജിക്ക് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. എന്നിട്ട് അതായത് അലി സഹോദരന്മാരായിട്ടുള്ള മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ലീഡേഴ്സ്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അതിൽ തോറ്റിട്ടുള്ള ആരൊക്കെ, ഈ തുർക്കികൾ, അവരുടെ ലീഡേഴ്സായിരുന്ന ഖലീഫ്സിൻ്റെ എല്ലാ അധികാരങ്ങളും ഇല്ലാതായി. അപ്പോൾ ഈ അധികാരങ്ങളെല്ലാം, ഖലീഫയുടെ എല്ലാ അധികാരങ്ങളും പുനഃസ്ഥാപിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ അതിന് ഇന്ത്യയിൽ ഗാന്ധിജിയും സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അവരും എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകി. അങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. വീണ്ടും അടുത്തതുള്ള വേറൊരു പ്രശ്നമായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇവരുടെ ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നോൺ വയലൻസിലൂന്നിയ ഒരു എന്താ പറയുക സമരരീതി, അതായത് അതിനാണ് എ ഫൈറ്റ് ത്രൂ നോൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കുന്നത്. അതായത് അവരെന്ത് ചെയ്തു? നോൺ കോപ്പറേഷൻ വേർഡ് തന്നെ നമുക്കറിയാം, കോപ്പറേഷൻ ഇല്ലാത്ത അവസ്ഥ, അതായത് സഹകരണം ഇല്ലാത്ത അവസ്ഥ. ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരോട് ഒരു തരത്തിലുള്ള സഹകരണത്തിനും റെഡി ആയിരുന്നില്ല. അതായത് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയിട്ടുള്ള എല്ലാ പദവികളും, ഫോർ എക്സാമ്പിൾ സർ പദവിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ, ജോലികൾ എല്ലാം അവർ റിസൈൻ ചെയ്തു. പിന്നെ അഡ്വക്കേറ്റ്സ് ഒന്നും കോടതികളിലൊന്നും പോയില്ല. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ ബ്രിട്ടീഷ് സ്കൂളുകളിലൊക്കെ അവരവിടെ നിന്നൊക്കെ ബഹിഷ്കരിച്ചു പോന്നു. അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ, ഫോറിൻ ഗുഡ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾ അവർ ബോയ്ക്കോട്ട് ചെയ്തു. ഇങ്ങനെ എല്ലാ വിധത്തിലും ബ്രിട്ടീഷുകാരോട് ഒരു നിസ്സഹകരണ മനോഭാവത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? അവിടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഖാദിയുടെ ഉപയോഗം, അതുപോലെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, അതുപോലെ നമ്മുടെ വിത്തിൻ ദ കൺട്രി, അതായത്
നമ്മുടെ സ്വന്തം രാജ്യത്ത് ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവരെന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തു. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ നിസ്സഹകരണ സമരത്തിൻ്റെ ആ ഒരു ഇതിൽ പഠിക്കുന്നത്. ഇതുവരെ എടുത്തതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.